ഭാര്യ ഉറങ്ങാൻ കിടന്നാൽ അവരുടെ കാലും കോട്ടിന്റെ കാലും കൂടെ പൊട്ടും. ഈ കീ കൊണ്ടുവന്ന് വേറെ ഏതോ ഒരു റൂമിൽ അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ഒരു റൂമിൽ കൊണ്ടുവയ്ക്കും. ആ റൂം പൂട്ടും. അമ്മമാരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും. നിന്റെ ഭാര്യയാണോ വരുന്നത്? കല്യാണം കഴിയുമ്പോൾ നീ അങ്ങ് മാറിപ്പോയില്ലെന്ന് എനിക്കറിയണം. ഇവൻ വൈഫിന്റെ കയ്യിൽ നിന്നുള്ള ATM കാർഡ് പോലും സാലറി വന്നാൽ കയ്യെറിയുന്ന ഹസ്ബൻഡായിരിക്കും. അപ്പൊ ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാണ് സ്നേഹം. സ്നേഹത്തിന്റെ ഭാഗമാണ് സെക്സ്. എല്ലാവരുടെയും ധാരണ സെക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ രാത്രി. ഒരിക്കലും അല്ല. പണ്ട് മുതലേ ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ് ഫസ്റ്റ് നൈറ്റിൽ സെക്സ് ചെയ്യുന്നത്. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാൻ ഒരു 70% സാധ്യതയുണ്ട്. ഓക്കെ. പല പുരുഷന്മാരും സമ്മതിക്കുകയില്ല. ആരും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. രണ്ടുപേരും സന്തോഷത്തിന് വേണ്ടിയുള്ള പെർഫോമേഴ്സാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഒരു പെൺകുട്ടിയുടെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്സ് ഓർഗൻ ഏതാണ്? അപ്പം ഞാൻ പറയുന്നത് അവളുടെ മനസ്സാണ്. ഡോക്ടറെ, മുമ്പേ ഒരു ദിവസത്തിൽ ഡൈവോഴ്സ് ആയ ഒരു കാര്യം പറഞ്ഞില്ലേ? ആദ്യ രാത്രി തന്നെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചൊരു പെൺകുട്ടി. അപ്പോൾ അവൾ അന്ന് തന്നെ ഏകദേശം ഇനി ഇത് മുമ്പോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ച പല കേസുകളുണ്ട്. അതിൽ ഒരു കേസ് ഞാൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് എല്ലാം ആൾക്കാരൊക്കെ പോയി ഇവിടെ ബെഡ്റൂമിലേക്ക് വന്നു. ഒരു മങ്ങിയ വെളിച്ചം ഉണ്ട്. ഈ കുട്ടി ശ്രദ്ധിക്കുമ്പോൾ അവളുടെ ബെഡ്റൂമിൻ്റെ ഡോർ ബോൾട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല കുറച്ചിപ്പോൾ തുറന്നിരിക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. അതിനവൾ ശ്രദ്ധിച്ചില്ല. നോക്കുമ്പോൾ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് ഇവള് മെല്ലെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ആരോ നടക്കുമ്പോൾ ഡോർ അടച്ചിട്ടില്ലേ? ഹസ്ബൻഡ് പറഞ്ഞു, ഡോർ ഫുൾ അടച്ചിട്ടില്ല. അയ്യോ, അടയ്ക്കാതിരുന്നു, നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ സ്വകാര്യമായിട്ട് പലതും ചെയ്തല്ലോ, നമ്മൾ മോശം, അത് അടയ്ക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അത് അങ്ങനെ അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ മദറ് അടുത്ത റൂമിലുണ്ട്, അവരൊറ്റയ്ക്കേ ഉള്ളൂ, അവർക്ക് ഭയമാവും നമ്മൾ ലോക്ക് ചെയ്താൽ. ഓക്കെ. അപ്പം അവൾക്ക് പിന്നെയും വിഷമമായി. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല, അത് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല. മദർ മാത്രമേ ഉള്ളൂ, മദർ അത് ചെയ്യില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞു. ഇനി മദർ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പം എന്തായിരുന്നാലും നമുക്കിനി ഡോർ അടച്ച് കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇയാളത് ഡോർ അടയ്ക്കുന്നില്ല. അപ്പോൾ ഡോർ അടയ്ക്കാതിരിക്കുമ്പോൾ ഇയാൾക്ക്, പെൺകുട്ടിക്ക് ഒരു വലിയ വിഷമം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, രണ്ടാമത് ഒരാൾ പോയെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. പക്ഷെ പെൺകുട്ടിക്ക് ഉറപ്പാണ് ഇത് പോയത് പയ്യൻ്റെ മദറാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവൾക്കുണ്ട്. കാരണം വേറെ ആരും പോകാൻ സാധ്യതയില്ല. നടത്തി അല്ലെങ്കിൽ ആ ടെക്സ്ചർ അവൾക്ക് തോന്നിയ മദറായിരിക്കും. അപ്പം ഉള്ള കാര്യം പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് അപ്പോൾ അടുത്ത ദിവസം ഇത് അടയ്ക്കാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് അവൾ പറയുകയും അത് പറ്റില്ല എന്ന് അവൻ നിർബന്ധിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അവൾ തീരുമാനം എടുക്കും. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് അമ്മായിയമ്മ തന്നെയാണ് വന്നതും. ഇങ്ങനെയുള്ള ചില പെർവേഷൻസ് ഉള്ള അമ്മായിയമ്മമാരുണ്ട്. മകൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ള അമ്മായിയമ്മമാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ ഒക്കില്ല. ഇനി അതല്ലാത്തവർക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന അമ്മായിമാരുണ്ട്, ശല്യപ്പെടുത്തുന്ന, അങ്ങനെ നീ ഇപ്പം സൂഹിക്കേണ്ട, സന്തോഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനിതൊക്കെ വായിച്ചു ചെയ്യുന്ന അറിയിച്ചിട്ട് അവരുടെ സന്തോഷം കെടുത്തുന്ന അമ്മായിമാരുണ്ട്. ഇങ്ങനെ പല ടൈപ്പുകളുണ്ട്. അപ്പം അവർ പറയുന്നത് എനിക്ക് ഭയമാണ്. ഭയമാണെങ്കിൽ താഴെ ഹസ്ബൻഡുണ്ട്, അവരെ കൂടെ പോയി കിടന്നുറങ്ങാം. ഇത് ഒറ്റയ്ക്ക് കിടക്കുകയും വേണം, അതോടൊപ്പം തന്നെ മകൻ്റെ ഡോർ തുറന്നു വെക്കുകയും വേണം. അപ്പോൾ പിറ്റേ ദിവസം അവൾ തുറന്നു പറഞ്ഞു, ഇതാണെങ്കിൽ പറ്റില്ല, ഡോർ അടച്ച് കിടക്കാനോ, അത് പറ്റില്ല. അപ്പോൾ അവന് വാശിയാണ്. കാരണം ഈ മദറുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യുന്ന ചില മക്കളുണ്ട്, ആൺമക്കളുണ്ട്. അമ്മമാരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടികളും വീട്ടുകാരും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഓക്കെ. എത്രത്തോളം അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കുടുംബത്തിൽ വിവാഹം കഴിക്കാൻ. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്താണ് മകൻ. എല്ലാ സർവ്വ അധികാരി അവരാണ്. മകൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ്. വന്നു കയറി പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ അവൻ്റെ വൈഫുമായിട്ട് പുറത്ത് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അമ്മായിയമ്മയാണ്. ഒരാൾ ഇപ്പം ഈ അടുത്ത് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കേസാണ്. കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ ഹണിമൂൺ ട്രിപ്പായിട്ട് ഇവിടെ ബാംഗ്ലൂരല്ല, മൂന്നാർ പോയി. ഏകദേശം പകുതി എത്തിയപ്പോഴത്തേക്ക് അമ്മായിയമ്മ വിളിക്കുകയാണ്, നീ എവിടെ എത്തി? വേഗം തിരിച്ചു വാ. അയ്യോ, ഞങ്ങൾ അമ്മയെ 2 ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകും, അതെല്ലാം നീ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നേ.
അമ്മ ചോദിക്കണം, എന്താ അമ്മ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? നോ, ഒന്നുമില്ല, നീ ഇപ്പം തിരിച്ചു വന്നേ പറ്റൂ. അങ്ങനെ അയാൾ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് മകൻ ചോദിക്കുന്നത് എന്താണ്? അപ്പം പെൺകുട്ടി അതിൽ അസ്വസ്ഥമാണ്. അപ്പം എന്താണ്? അല്ല, നീ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നീ അനുസരിക്കും എന്ന് എനിക്കറിയണം. നിനക്ക് ഞാനാണോ വലുത് അതോ ഇവളാണോ വലുത്? നിന്റെ ഭാര്യയാണോ വലുത്? കല്യാണം കഴിയുമ്പോൾ നീ അങ്ങ് മാറിപ്പോയില്ലെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയാണ്. ടെസ്റ്റിംഗ് അടിപൊളി. ഇങ്ങനെയുള്ള അമ്മമാരുണ്ട്. അപ്പം ഇതുപോലെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ എൻ്റെ സ്വത്താണ് എൻ്റെ മകനെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വളർത്തിയെടുത്താണ്. എനിക്കാണ് സർവ്വ അധികാരം. പക്ഷെ അവരൊന്നും മറന്നു പോകുന്നു, ഇതൊരു വിവാഹം എന്ന് പറഞ്ഞൊരു വേറെ സംഭവമാണ്. അത് മകന് വേറൊരാളുമായിട്ട് ചേർത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൽ അവർ എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടതാണ് എന്നവർ മറന്നു പോകും. അതിന് പകരം ഇത് വേറെ രീതിയിൽ കാണാം. ഇത് ആരോഗ്യകരമായ ചിന്ത, ഒരു പക്വതയുള്ള ഒരു എല്ലാം കൂടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു മനസ്സില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു കുടുംബമാകുമ്പോൾ ഒരു വ്യക്തി കുഴപ്പമുണ്ടായാൽ എല്ലാവരെയും ബാധിക്കും. ഇപ്പം നേരത്തെ തന്നെ ഇങ്ങനെയുള്ള മകൻ അമ്മയ്ക്ക് കൂടുതൽ പൊസസീവ്നെസ് ആണ്. അപ്പോൾ അത് നേരത്തെ അറിയാനൊക്കെ. ഇപ്പം മകനെ കോളേജിൽ നിന്ന് എപ്പോഴും വരുന്നു, പുറത്ത് കറങ്ങാൻ പോയിട്ട് എപ്പോഴും വരുന്നു, ഇതെല്ലാം അമ്മ നിയന്ത്രിക്കുകയാണ്. ചിലപ്പോൾ കൂട്ടുകാരായിട്ടിരിക്കുമ്പോൾ അമ്മയുടെ 4 ഫോൺ കോൾ വരും. നീ എവിടെ എന്താ താമസിക്കുന്നത്? മോനെ നാണം കെടുത്തുന്ന രീതിയായിരിക്കും. എന്നാലും മോനെ സഹിച്ചിട്ട് ഇവിടെ വന്ന് ചോദിച്ചാൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ, നീ എവിടെ പോകണമെന്ന് അറിയണ്ടേ? അപ്പോൾ ആ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തി ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന അമ്മമാരുണ്ടാവും. അവരെ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ മകൻ കുറെ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഈ അമ്മമാർ തന്നെ മാറണം. എന്നിട്ടേ മകൻ്റെ വിവാഹം നടത്താവും. അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും അമ്മ പറയുന്നത് പോലെ ചെയ്യാവും. അമ്മ പറയുന്ന കൂട്ടുകാരായിട്ട് ബന്ധപ്പെടാവോ, അല്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങളെ, ഈവൻ ഡ്രസ്സ് പോലും അമ്മമാർ സെലക്ട് ചെയ്തോളും, പ്രായമായാലും. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മോണോപ്പൊളി വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരാണ് ഈ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ജോലിയുള്ള ഭാര്യ, ഭർത്താവ്, രണ്ടുപേർക്കും ജോലിയുണ്ട്. ഭർത്താവ് പറയുന്നു എൻ്റെ ജോലിയാണ് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാണ് പ്രയോറിറ്റി, എനിക്കാണ് പ്രയോറിറ്റി കിട്ടേണ്ടത്. ഭാര്യയുടെ ജോലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങളെ പറ്റി വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ജോലിയല്ല പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പാണ്, പാർട്ട്ണറാണ്. ഹസ്ബൻഡ് ജോലിയോ വൈഫിൻ്റെ ജോലിയല്ല അവിടുത്തെ പ്രശ്നം. എൻ്റെ പാർട്ട്ണർ അവളുടെ ജോലിയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു, അല്ലെ അതിനു വേണ്ടി അവൾ എത്രത്തോളം പെയിൻ എടുക്കുന്നു, അതിൽ എനിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വലിയ ജോലിയോ ചെറിയ ജോലിയോ എന്നുള്ളതല്ല. തിരിച്ചും അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ തന്നെ കാര്യങ്ങളാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ കംഫർട്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട്, പക്ഷേ കംപ്ലീറ്റ് മാറുകയല്ല, ഈ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധികൾ ഒഴിവാക്കുക. അത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് എത്രത്തോളം കംഫർട്ടബിൾ, അല്ലെങ്കിൽ എൻ്റെ വൈഫിന്. ഇപ്പോൾ സ്ത്രീകളാകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും, അവിടെ ശാരീരികമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഹസ്ബൻഡ് ആ വൈഫിനെ ഒന്ന് കൊണ്ടുവിടാനായിട്ടുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത് അവരുടെ കോമൺ ബസ് വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ സ്ഥലത്തേക്കോ ഒന്ന് കൊണ്ടുവിടുക, തിരിച്ച് വിളിച്ചുകൊണ്ട് വരിക. അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിച്ചെല്ലുക. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ജോലി വലുതോ ചെറുതോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ജോലി വലുതിൻ്റെയും ചെറുപ്പത്തിൻ്റെ അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല സ്ത്രീകളും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വലിയ ആളുകളെയൊന്നും വേണ്ട, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയുന്ന, ഇനി അദ്ദേഹത്തിന് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അപ്പം അവർ ജോലിയല്ല മെയിൻ. പിന്നെ ഒരു ജോലിയുള്ള വൈഫാണെങ്കിൽ അവർ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഒന്ന് പെയ്ഡ് ജോലി, മറ്റ് അൺപെയ്ഡ് ജോലിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ തന്നെ നോക്കേണ്ടി വരും. പുറത്ത് പോയി ചെയ്യുന്നതൊക്കെ, അപ്പോൾ അതിനൊരു വില ഇല്ലാതിരിക്കുക. ഹസ്ബൻഡ് ചെയ്യുന്ന വലിയ വില, അത് പാടില്ല. രണ്ടിനും പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ വരുമ്പോൾ എത്രത്തോളം ഹസ്ബൻഡിന് ഈ വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി അദ്ദേഹത്തിന് പറ്റാത്തതാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വേറെ സെർവൻറ്റിനെയോ ഒരു സഹായിയെ ഏർപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. മാത്രമല്ല, ഇനി രണ്ടിനും പറ്റിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് പുറത്തുനിന്ന് ആഹാരം കിട്ടും, അത് വരുത്തുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക. എത്രത്തോളം കംഫർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് എത്രത്തോളം കുറച്ച് കൊടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഹസ്ബൻഡ് ആവുന്നത്. ആ വൈഫ് സ്നേഹമുള്ളൊരു ഹസ്ബൻഡായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ഫാമിലിയിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് വന്നാലും ശരി, പരസ്പരം മനസ്സിലാക്കുന്നു, അറിയുന്നു, ഒരു സപ്പോർട്ടായിട്ട് എനിക്കുണ്ട് എന്ന് തോന്നുന്ന ഫാമിലിയിൽ എത്ര ഹേർഡിൽസ് ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ മുമ്പോട്ട് പോകും. മിക്കവാറും സംഭവിക്കുന്നത് ഇപ്പം രണ്ടുപേർക്കും ശമ്പളക്കാരാണെങ്കിൽ
ഭർത്താവ് പറയും നിനക്ക് ശമ്പളം ഉണ്ടല്ലോ, നീ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനെ മതി. പറയുന്നത് എന്റെ ശമ്പളം അവിടെ തന്നെ ഇരിക്കുന്നത്, ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ മാത്രമേ ഉള്ളൂ." ധാരാളം കേസ്. ഇവൻ ഈ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം. ഇവൻ വൈഫിന്റെ കയ്യിൽ നിന്നുള്ള ATM കാർഡ് പോലും സാലറി വന്നാൽ ഈ കാർഡ് പോലും കയ്യെറിയുന്ന ഹസ്ബൻഡായിരിക്കും. വൈഫിന് സാലറി ഉണ്ടെങ്കിലും അത് അവർക്ക് സ്വാതന്ത്ര്യമില്ല. Yeah, അതെ. എന്നാൽ ഹസ്ബൻഡിന് എത്ര സാലറി ഉണ്ടെന്നോ എത്ര ഇൻക്രിമെന്റ് ഉണ്ടെന്നോ ഒന്നും വൈഫിന് അറിയാനും പാടില്ല. പക്ഷെ വൈഫിന്റെ എല്ലാ ഡീറ്റെയിൽസും ഹസ്ബൻഡ് അറിയണം. പൈസ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എന്ന് തീരുമാനിക്കുന്ന എത്രയോ മിടുക്കന്മാരായുള്ള ഹസ്ബൻഡ്സ് ഉണ്ട്. പക്ഷെ അവരൊന്ന് മനസ്സിലാക്കണം, അവര് ഒരുപക്ഷെ പൈസയൊക്കെ കിട്ടിയാലും ശരി, മനസ്സുകൊണ്ട് ഒരു നല്ല പാർട്ട്ണറെ അദ്ദേഹത്തിന് ലൂസായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വേണം എന്ന് തീരുമാനിക്കുക. നല്ലൊരു പാർട്ട്ണറെ വേണോ, പാർട്ട്ണറുടെ പൈസ മാത്രം മതിയോ എന്ന് തീരുമാനിക്കുക. താൽക്കാലികമായിട്ട് പൈസ എല്ലാം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും അവർക്ക് ആവശ്യം പൈസയോ ഇതൊന്നുമല്ല, ഒരു സ്നേഹമുള്ള, ഒരു കരുതലുള്ള, ഒരു ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഒരു അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ് ആവശ്യം. ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരു ക്രൂരതയാണ്, ഒരു ക്രൈമാണ് ചെയ്യുന്നത്. വൈഫിൻ്റെ സാലറി എല്ലാം പിടിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുക, എന്നിട്ട് അതെല്ലാം ഞാൻ സൂക്ഷിക്കുന്നു, സ്വന്തം സാലറി അങ്ങോട്ട് കൊടുക്കാറുമില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടേണ്ടത് പലതും കിട്ടുന്നില്ല. അപ്പം ഇത് കിട്ടുന്ന സ്ഥലത്തേക്ക് ചാഞ്ഞു പോകാനുള്ള സാധ്യത പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന വൈഫിൻ്റെ സാലറി എന്തിനാ, സ്വന്തം ഈ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ സ്വന്തമായിട്ട് ഒരു ബാധ്യതകളൊന്നും ഇല്ലാതെ ഒരു കംഫർട്ടബിൾ പൊസിഷൻ എത്തിയിട്ട് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാം. ഓക്കെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇക്കണോമിക്കൽ സഫിഷ്യൻസി ഉണ്ടാവും, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്യാവശ്യം അയാളുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് പോകാം. പലർക്കും അതില്ല. ഇനി ജോലി ഉണ്ടെങ്കിലും അതിൻ്റെ 99% ലോൺ അടയ്ക്കാനേ കാണുള്ളൂ. സ്വന്തം വീട്ടിലെ ആവശ്യത്തിനും മറ്റു കാര്യത്തിനൊക്കെ എടുത്ത് വൈഫ് വന്നിട്ട് വേണം അവളുടെ സാലറി അല്ലെങ്കിൽ അവളുടെ ഗോൾഡ് എല്ലാം കൂടെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കടം വീട്ടാൻ എന്ന് പറഞ്ഞിരിക്കുന്ന വീട്ടുകാരുണ്ട്. മഹാബദ്ധമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമ്പോൾ അയാൾക്ക് ഒരു ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിട്ട് വേണം കല്യാണം കഴിക്കാൻ. പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇതിനകത്തോട്ട് പിന്നെ ഈ കുഴി നികത്താനായിട്ട് ഒരു കുന്നിനെ കൊണ്ടുവരുന്നത് പോലെയാണ് വൈഫിനെ. അവളെ ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരുപക്ഷെ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോകും. പക്ഷെ അവിടെയും ഈ പയ്യൻസ് അത്രത്തോളം കരുതൽ, വീട്ടുകാരും പയ്യനും ഈ പെൺകുട്ടി അത്രത്തോളം കരുതലായിട്ട് കൊണ്ടുപോയാൽ അവൾ ഒരു പക്ഷേ മറ്റു കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് ഇതിനകത്ത് പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യും, എന്നിട്ട് വേണ്ടത് കൊടുക്കുകയും ചെയ്യില്ല. അങ്ങനെയുള്ള എത്രയോ കേസുകളുണ്ട്. ഈ ഭാര്യമാരെ ജോലിക്ക് വിടാതെ വീട്ടിൽ പിടിച്ചിരുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി. അതിനകത്ത് ഒരു മെയിൻ പ്രശ്നം ഈ സംശയരോഗം. അവള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകും, അല്ലെങ്കിൽ എന്നെ വിട്ടച്ച് പോകും. അതിൽ അമ്മായിമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എരുകയറ്റി കൊടുക്കുകയും ചെയ്യും. ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്, അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ? എൻ്റെ പല ബുക്കുകളിലും ഇത് പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചോദ്യം വളരെ വളരെ കാര്യമായിട്ടുള്ള സംഭവം. പല ഫാമിലിയിലും ഈ ഹസ്ബൻഡ്സിനും അവരുടെ വീട്ടുകാർക്കും ഒരു താല്പര്യമുണ്ട്, വൈഫ് ജോലിക്ക് പോകണ്ട. അപ്പോൾ ചിലപ്പോൾ ജോലി ഇല്ലാത്ത പെൺകുട്ടിയെ തന്നെ സെലക്ട് ചെയ്യും. അഥവാ ജോലി കിട്ടിയാൽ അപ്പോഴും നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവള് കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, ജോലി കിട്ടും. ജോലിക്ക് അയക്കാതിരിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ജോലി കിട്ടിയാൽ പറയും അത് വേണ്ട, ആ ഫീൽഡ് വേണ്ട, നമുക്ക് വേറെ മതി, ഗവൺമെൻറ് ജോലി മതി, PSC വഴിയുള്ള ജോലി മതി, അല്ലെങ്കിൽ വേറെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കിട്ടിയ ജോലിക്ക് പോകാതിരിക്കുക. ആ ഒന്നാമത്തെ കാരണം വേറെ സംശയരോഗമല്ല, അവൾ അങ്ങനെ ഇവിടെ ഒരു ഹീറോയിൻ ആവണ്ട. ഇനി ജോലി കിട്ടിപ്പോയാൽ ഞങ്ങൾക്ക് തരുന്ന പ്രാധാന്യം കുറയും, എൻ്റെ മകന് കൊടുക്കുന്ന പ്രാധാന്യം കുറയും, അവൾ കുറച്ചുകൂടെ തൻ്റെടിയാവും, അഹങ്കാരിയാവും എന്നുള്ള ചിന്ത കൊണ്ടിട്ട് ഹസ്ബൻഡും വീട്ടുകാരും ജോലിക്ക് അയക്കാത്ത കേസുകളുണ്ട്. പല കേസുകളും ജോലി റിസൈൻ ചെയ്യാൻ പറയും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സംശയരോഗികളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞാൽ അതൊരു സാഗരം പോലെയാണ്, പറഞ്ഞാൽ തീരാത്ത ഒരു ഏരിയയാണത്. അപ്പം ഇങ്ങനെ സംശയരോഗം മനസ്സിലുള്ള ഒരു ഹസ്ബൻഡ് വൈഫിനെ ജോലിക്ക് അയക്കാതിരിക്കും. അവൾ എത്ര പറഞ്ഞാലും ശരി, അവൾ ജോലിക്ക് അയക്കില്ല. പക്ഷെ അവൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു ജോലി അവൾക്ക് വലിയ ആഗ്രഹമായിരിക്കും. പക്ഷെ ഇദ്ദേഹം പറയുന്ന മുടന്തൻ ന്യായങ്ങളായിരിക്കും. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, സ്നേഹത്തിൽ പോകുന്ന രീതിയിൽ പെരുമാറും. അയാൾ സിനിമയിലും സീരിയലിലൊക്കെ കണ്ട സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ഇതുപോലെ സ്നേഹം അഭിനയിച്ച് നിനക്ക് ഞാനല്ലേ വലുത്, നിന്റെ ജോലിയാണ് വലുത്, ഞാനാണ് വലുത്, ബ്ലാക്ക് മെയിൽ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്യാം,
ഈ ജോലിക്ക് പോയാൽ ഉണ്ടാവാവുന്ന തകരാറുകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മാത്രം പറഞ്ഞ് എങ്ങനെയെങ്കിലും ജോലി റിസൈൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ജോലിക്ക് അയക്കാതിരിക്കും. അങ്ങനെയുള്ള ധാരാളം കേസുകളുണ്ട്. പിന്നീട് അവർ റിഗ്രറ്റ് ചെയ്യുന്ന അത്രയും കേസുണ്ട്. ഇത് റിസൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥ പിക്ചർ പുറത്തു വരുന്നത്. പിന്നീട് സ്നേഹമൊന്നും കാണില്ല. പിന്നീട് വലിയ ആശ്വാസമാണ്. അയാൾ ജയിച്ചതുപോലെയാണ്. ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു. സംശയരോഗമാണ്. സംശയരോഗം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ അത് മുതൽ പിന്നെ ജോലി ചെയ്ത് തിരിച്ചു വരുന്നത് വരെ എല്ലാം ഡേഞ്ചറസ് സോണാണ്. നമ്മളിപ്പോൾ GPS ഇട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നല്ല റെഡ് സിഗ്നൽ കാണുന്നത് പോലെ വൈഫ് വീട്ടിൽ നിന്ന് അവിടെ ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അവരുടെ മനസ്സിൽ റെഡ് സിഗ്നലാണ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അയക്കാത്തത്. അപ്പം ഇതൊരു യുക്തിപൂർണ്ണമല്ലാത്ത ചിന്ത, സംശയരോഗം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ? റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നൊരു കേസാണ്. അവള് കഷ്ടപ്പെട്ടൊരു ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പോൾ ഹസ്ബൻഡിന് ജോലിയില്ല. അയാൾ പ്രൈവറ്റ് ജോലിയുണ്ട്, പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി വരുന്ന ആളാണ്. അപ്പോൾ ജോലി കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്യും? ഒരു കാരണവശാലും ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. വേണ്ട, നിനക്ക് ആവശ്യമില്ലല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ഉള്ളത്തോളം കാലം നീ വിഷമിക്കണ്ട. പക്ഷെ ഇവളെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം മുതൽ ഒരു ഗവൺമെൻറ് ജോലി വലിയ താല്പര്യത്തിൽ കഷ്ടപ്പെട്ട് പല ടെസ്റ്റുകൾ എഴുതി അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇതിന് പോയേ പറ്റും. അവസാനം പോകാം എന്ന് തീരുമാനിച്ചു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്നവർ സാധാരണ ഫാമിലിയാണ്, അതുകൊണ്ട് അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവസാനം സമ്മതിച്ചു. പക്ഷെ എന്താ സംഭവം? ഈ മനുഷ്യൻ വൈഫ് വീട്ടിൽ നിന്ന് ഇറങ്ങും, പുള്ളിയുടെ കൂടെ പോകും, ഓഫീസിൽ കൊണ്ടുവിടും. അപ്പം ആദ്യം വിചാരിച്ചു ആദ്യ ദിവസമാണ്, രണ്ടാമത്തെ ദിവസമാണ്, വഴി അറിയില്ല, ഒറ്റയ്ക്ക് അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാത്ത വൈഫായതുകൊണ്ട് സഹായത്തിന് വേണ്ടി ചെല്ലുന്നു. പക്ഷെ എല്ലാ ദിവസവും ഇതായി പതിവായി കൊണ്ടുവിട്ടിട്ട് അവിടെ ഇരിക്കും. അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും. ആ സെക്ഷനിൽ പോയി അവിടെ സീറ്റിൽ ഇരുന്നതിന് ശേഷമേ പുള്ളി തിരിച്ചു വരും. വൈകുന്നേരം അതുപോലെ തന്നെ ഓഫീസ് വിടുന്ന സമയത്ത് അവിടെ എത്തും, പിന്നെ ഒരുമിച്ച് തിരിച്ചു വരും. അങ്ങനെ വന്ന് അവസാനം പുള്ളിക്കാരന് ഒരു തോന്നല്, ഈ ചില പ്രശ്നങ്ങളുണ്ടോ, ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ വൈഫിനെ നോക്കുന്നു. ഈ കണ്ടക്ടർ, ഞാനാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ ആരടുത്ത ആളെന്ന് ചോദിക്കുമ്പം അവളെ നോക്കി ഒന്ന് ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായി. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ പറഞ്ഞു ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം, നീ ബസ്സിൽ പോകണ്ട, ഇത്രയും കഷ്ടപ്പാടല്ലേ, ഞാൻ കാറിൽ കൊണ്ടുപോകും. അതിന് കാർ എവിടെ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാറ് വാങ്ങിക്കാം, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ, കുറച്ച് ഗോൾഡൊക്കെ എടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാം. ആരും സമ്മതിച്ചില്ലെങ്കിലും പുള്ളിക്കാരൻ കാറ് വാങ്ങുകയാണ്. സംശയരോഗത്തിൻ്റെ വ്യാപ്തി പോകുന്ന കാര്യമാണ്. പിന്നെ കാറിലേക്ക് കൊണ്ടുവിടും. അപ്പോൾ വൈഫിനാണെങ്കിൽ നാണക്കേടാ, ഈ കാറിൽ പോകേണ്ട കാര്യമില്ല, ബസ് കയറിയാൽ മതി, ഓഫീസിൻ്റെ അടുത്ത് ബസ് ഇറങ്ങും. ഒരു 20 കിലോമീറ്ററോളം ദൂരെയാണ് ഈ സംഭവം, ഓഫീസും വീടുമായിട്ട്. അപ്പം ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ചില ഹോളിഡേയ്സിൽ ഇദ്ദേഹം വരുമ്പോൾ നോക്കുമ്പോൾ അയൽവക്കത്ത് തൊട്ട് ഇവരുടെ വീട്ടിൻ്റെ കുറച്ച് ദൂരെയായിട്ട് ഇപ്പുറത്തുനിന്ന് ചെറിയ ഷോപ്പുകൾ എന്തൊക്കെ ഉണ്ട്, ആരൊക്കെ നിൽക്കുന്ന അവിടെയുള്ള പയ്യന്മാരൊക്കെ ഇങ്ങോട്ട് വൈഫിനെ നോക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ മതിലങ്ങ് പൊക്കി കെട്ടുകയാണ്. അപ്പം വീട്ടിൻ്റെ ലുക്കൊക്കെ മാറി വേറൊരു ഓക്കേഡ് രീതി. പക്ഷെ വീട്ടുകാർ ഇടപെടാൻ പറ്റില്ല, ആർക്കും ഇടപെടാൻ പറ്റില്ല ഇങ്ങനെയുള്ള കേസ്. ഇദ്ദേഹം വേറൊരു കാര്യം ചെയ്തു. രാവിലെ ഓഫീസിലെത്തിയാൽ പിന്നെ വൈകുന്നേരമല്ലേ ഇദ്ദേഹം അവിടെ എത്തുന്നുള്ളൂ. അതിനിടയ്ക്കുള്ള ഒരുപാട് സമയമുണ്ടല്ലോ, ഇതിനകത്ത് എന്താ അവിടെ സംഭവിക്കുക? അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് പോകും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. അപ്പം ആദ്യം വിചാരിച്ച് ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ ചേട്ടാ വിളിക്കരുത്, എനിക്ക് ജോലിയുണ്ട്, മറ്റുള്ളവരുടെ മുന്നിലായിരിക്കും. അതും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. വിളിച്ച് സംസാരിക്കുമ്പം ഈ ശബ്ദത്തിൻ്റെ ടോൺ വ്യത്യാസമായാലും പുള്ളിക്ക് സംശയമാണ്. എവിടെയായിരുന്നു? ഓഫീസിൽ ഇരിക്കുകയാണ്, നടക്കുകയാണ്, ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നതാണ്. ഇതെല്ലാം അറിയണം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ, ക്യാൻറ്റീനിലുള്ളൊരു ബോയിയെ ബ്രൈബ് ചെയ്തു. എൻ്റെ വൈഫ് ഇവിടെ എത്ര പ്രാവശ്യം വരുന്നു നീ നോക്കണം, ആരെ കൂടെയൊക്കെ വരുന്നു, കാപ്പി കുടിക്കുന്നു. മാത്രമല്ല ഓഫീസിൽ നിന്ന് പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ വൈഫ്? ഓഫീസിൽ എൻ്റെ വൈഫിനെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണം. അയാൾക്ക് കൈക്കൂലിയും കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ അവസാനം ഓഫീസിൽ തന്നെ ഒരു പാട്ടായി. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരുന്നു, പ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇദ്ദേഹം. പിന്നെ ബസ്സിൽ കൂടെ വന്നാൽ, ആദ്യം ബസ്സിൽ പോകുമ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. വൈഫിനെ ശ്രദ്ധിക്കുന്നു, നോക്കുന്നു, ചിരിക്കുന്നു. വീട്ടിൽ വന്നാലും പ്രശ്നമാണ്.
വീട്ടിൽ നിന്നാ നീ ഇന്ന സ്ഥിതിയിൽ അങ്ങനെ കൂടുതൽ നോക്കിയില്ല, അവർ നിന്നെ നോക്കിയല്ലോ, ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ജോലി വേണ്ടാന്ന് വയ്ക്കും. ഇയാൾക്ക് ജോലി വേണ്ടാന്ന് വെച്ചാൽ നല്ല സാലറി ഇല്ല, ഏതൊരു വേറെ വലിയ ജോലി ഒന്നും ഇല്ല, അതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഒരുപക്ഷെ വൈഫ് സമ്മതം മൂടിയാൽ ജോലി വേണ്ടാന്ന് വയ്ക്കാൻ ഇയാൾക്ക് സമ്മതമാണ്. അപ്പോൾ ഈ സംശയരോഗികളാണ് ഭാര്യയെ ജോലി വേണ്ട എന്ന് പറയുന്നത് നല്ല ശതമാനം സംശയം. അല്ലെങ്കിൽ വലിയ ലെവലിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു കമ്പനി CEO ആണ്, അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുണ്ട്, അവർക്ക് ആവശ്യമില്ല. അത് വൈഫിൻ്റെയും കൂടെ സമ്മതപ്രകാരം, ആ കൺസെൻറ്റോട് കൂടിയാണെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. എത്രയോ സമ്പന്നരായുള്ള ആൾക്കാർ ചെറിയ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവർക്കൊരു അവരുടേതായ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി അത് ചെയ്യുന്ന കാര്യമാണ്. ഇത് തിരിച്ച് സംഭവിക്കത്തില്ലേ? ഭാര്യമാർക്ക് സംശയം തോന്നിട്ട് ഭർത്താക്കന്മാരെ ജോലിക്ക് വിടാത്ത സിറ്റുവേഷൻസും ഇല്ലേ? അതാണ് കൂടുതൽ. എത്രയോ ഉണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്കൂൾ മാഷ്, ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഹസ്ബൻഡിൻ്റെ കൂടെ നടന്നു വരും. വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ കൂടെ വരും, നടന്ന് വന്നിട്ട് ബസ് സ്റ്റോപ്പ് വരെ ഹസ്ബൻഡിൻ്റെ കൂടെ വരും. ഭർത്താവ് പറയും, വേണ്ട ഞാൻ പോയിക്കോളും, സാരല്ല, ചേട്ടൻ്റെ കൂടെ എനിക്ക് വരുന്നൊരു സന്തോഷമാണ്, എന്നാ വന്നോ. അവസാനം ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റി വിട്ടുന്നവരെ വരും. പക്ഷെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ബസ് വരുന്നവരെ ഈ ഭാര്യയുടെ ചിന്തയെല്ലാം ഏതൊക്കെ സ്ത്രീകളാണ് ഇവിടുന്ന് കയറുന്നത്, ആരൊക്കെയാണ്, ഇനി ബസ് കയറുമ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അവരുടെ ചിന്തയെല്ലാം വേറെ സ്ത്രീകൾ എത്രത്തോളം ഇദ്ദേഹമായിട്ട് ഇൻവോൾവ് ആണ് എന്നറിയണം. ഇനി ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നാലോ, ഭയങ്കര സ്നേഹമാണ് ഭാര്യയ്ക്ക്. ഭാര്യയെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഭയങ്കര ആലിംഗനം ചെയ്ത് ഭയങ്കര എംബ്രാസ് ചെയ്യും, കെട്ടിപ്പിടിക്കും. മണത്ത് നോക്കുകയാണല്ലേ? ആഹാ, ഇതൊക്കെ നല്ല പരിചയമുണ്ടല്ലോ. നല്ല പെർഫ്യൂമിന്റെ മണം രാവിലെയുള്ള പെർഫ്യൂമാണോ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പേരിൽ ഡെയിലി വഴക്കുണ്ടാവും, പ്രശ്നമുണ്ട്. പിന്നെ മാത്രമല്ല, ഈ വൈഫ് തന്നെ ബട്ടണൊക്കെ ഇളക്കി കൊടുക്കും, ഷർട്ടൊക്കെ ഊരാനും ഡ്രസ്സ് അൺചേഞ്ച് ചെയ്യാൻ എല്ലാത്തിനും ഇദ്ദേഹം കൂടെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും പേര് ഭാര്യ വേറെ ഇല്ലെന്ന് ആദ്യമൊക്കെ പുള്ളിക്ക് തോന്നി, പിന്നീട് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ പെർഫ്യൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡി ഓർഡറിൻ്റെ അല്ലാത്ത എന്തെങ്കിലും സ്മെല്ലുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ ചേർന്ന് നിന്നിട്ടാണ് പുള്ളിയൊക്കെ ചെയ്യുന്നത്. ഇനി സാലറി വാങ്ങിച്ചിട്ട് വന്നാലോ, കൃത്യ സാലറിയുടെ കണക്ക് അറിയണം. എത്ര വാങ്ങിച്ചു, ഇത്ര ചിലവായി, ബാക്കി ഇത്രയുണ്ട്, എങ്ങോട്ട് പോയി, ഇത് വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമില്ലെങ്കിൽ അവിടെ യുദ്ധമാണ്. പിന്നെ ഇങ്ങനെയുള്ള എത്ര ഭാര്യമാരുണ്ട്, വളരെ കഷ്ടമാണ്. അപ്പോൾ അത് സഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പല ഡൈവേഴ്സിനും കാരണം ഇതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഭാര്യമാരും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കും. ആദ്യം ഭർത്താവ് വിചാരിക്കും ഭയങ്കര സന്തോഷമാണ്, ഒരു ദിവസം 7-8 പ്രാവശ്യമൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഇതെന്താ കാര്യം. കാരണം ഇവിടെ എന്താണ്, അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയണം. ചില സമയത്ത് നമ്പർ തെറ്റി അടുത്തിരിക്കുന്ന ആളെ വിളിക്കും വൈഫ്, അറിയാതെ വിളിച്ചു, എന്നെ ഓഫീസിൽ നിന്ന് മാത്രം സേവ് ചെയ്തതിന്. അദ്ദേഹം തന്നെ എന്നാലും വിളിച്ചു ചോദിച്ചു, അല്ല അറിയാതെ അങ്ങ് പോയത്, പിന്നെ കോള് പോയപ്പോൾ ഞാൻ പിന്നെ എന്തായാലും മിസ് കോൾ ആവുമല്ലോ, അയാൾ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് വിചാരിച്ച് സംസാരിച്ചത്. കാരണം ഇയാൾ സീറ്റിലുണ്ടോ ഇല്ലെന്ന് അറിയണം, ഇവിടെ പോയെന്നറിയണം. ഇങ്ങനെയൊക്കെ ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ആളുണ്ട്. ഇതുപോലുള്ള ചില ഒരു കേസ് എന്ന് പറഞ്ഞാൽ, രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഭാര്യ ഉറങ്ങാൻ കിടന്നാൽ അവരുടെ കാലും പിന്നെ കോട്ടിൻ്റെ കാലും കൂടെ ഒരു ചെറിയൊരു സാധനം, നമ്മൾ ട്രെയിനിലൊക്കെ ദൂരയാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളൊരു ചങ്ങലുള്ളൊരു സാധനം പൂട്ടാൻ പറ്റുന്ന, അത് വെച്ച് പൂട്ടും. ഭാര്യയുടെയോ? ഭാര്യ വന്ന് കിടന്നാലേ അദ്ദേഹം കൂടെ കിടക്കും. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഭാര്യ വന്ന് കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ, ബെഡ് വന്ന് കിടന്നാൽ ഭാര്യയുടെ കാലും പിന്നെ കോട്ടിൻ്റെ കാലും ബെഡിൻ്റെ കാലും കൂടെ ചേർത്ത് ലോക്ക് ചെയ്യും. ഈ കീ കൊണ്ടുവന്ന് വേറെ ഏതോ ഒരു റൂമിൽ, അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ഒരു റൂമിൽ കൊണ്ടുവയ്ക്കും. ആ റൂം പൂട്ടും, അതിൻ്റെ കബോർഡ് പൂട്ടും, ആ റൂം പൂട്ടും, അത് കീ കൊണ്ടുവരും, ആ കീ കൊണ്ടുവന്ന് വേറെ റൂമിൽ വയ്ക്കും. ഇങ്ങനെ ഒരു 7 സ്ഥലത്ത് ഈ ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ മാഗസീനിലൊക്കെ കാണില്ലേ, ഈ പിന്നെ ഇപ്പുറത്ത് അങ്ങോട്ട് പോയാൽ മോട്ടുവിനെ കണ്ടുപിടിക്കാൻ ചോട്ട് ഏത് വഴി പോകണമെന്നൊക്കെ. ഇത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ വഴി കണ്ടുപിടിക്കാൻ. എന്നിട്ടാണ് ഇദ്ദേഹം വന്ന് കിടക്കുക. ലാസ്റ്റിൽ വന്ന് ഈ ബെഡ്റൂം പൂട്ടും, അതിൻ്റെ കീ വേറെ സ്ഥലത്ത് വയ്ക്കും. ഈ മുകളിലത്തെ ബോട്ട് അതിനകത്ത് ഈ ടൂത്ത് പിക്സ് അദ്ദേഹം കൊണ്ടുവരും, കുത്തിവെക്കും. ഓക്കെ, അത് ഇളക്കിയോന്ന് അറിയാൻ. അങ്ങനെ കറക്റ്റ്. എന്നിട്ട് ഡയറിയിൽ എഴുതും, മുകളിൽ ഇത്ര പിക്സ് വെച്ചിട്ടുണ്ട്, താഴെ ഇത്ര. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം കൂളായിട്ട് വന്ന് ഭാര്യ എടുത്ത് കിടക്കുക. അല്ല, ഇപ്പൊ ഭാര്യയ്ക്ക് രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ പോണെങ്കിൽ ഒരു രക്ഷയില്ല. രാത്രി അത് നിർബന്ധമുണ്ട്.
4 മണിക്ക് ശേഷം വെള്ളം അങ്ങനെ കുടിക്കാൻ പാടില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നിവൃത്തി പിടിച്ച് നിന്നോളണം. എന്നെ വിളിക്കുക, നിവൃത്തിയിൽ ഞാൻ പോയി ഇതെല്ലാം എടുത്തുകൊണ്ട് വരും, എന്നിട്ട് തുറക്കാം. ഈ മനുഷ്യന് തന്നെ എന്തെങ്കിലും ഒരു അറ്റാക്ക് പോലെ ഒരു ബുദ്ധിമുട്ട് വന്നു, രാത്രി ഒരു എമർജൻസി വന്നു, അയാൾ മരിച്ചത് തന്നെ. കാരണം ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാൻ ഒക്കില്ല. കാരണം ഇദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഇത് എവിടെയൊക്കെയാണ് ഈ സാധനം കൂടെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടാണ് രാത്രി, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി വന്ന് തുറക്കും. അപ്പൊ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഭാര്യമാർക്ക് എന്തുകൊണ്ട് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല? പുറത്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ചില ആൾക്കാർ ഫാമിലി ടൈപ്പ് അങ്ങനെ ആയിപ്പോകും. ഒന്നുകിൽ അവർ പുറത്ത് പോയാൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു കൺസേൺ ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവില്ല, ജോലി കിട്ടാനുള്ള സാധ്യത നേരത്തെ തന്നെ അടച്ചിരിക്കും. പിന്നെ രണ്ടാമത് കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികൾ ഒക്കെ ആയിപ്പോയല്ലോ, ഇനി എങ്ങനെ ഞാൻ അതിൽ നിന്ന് മാറും എന്ന് കരുതുന്നവരുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ സമൂഹം എന്ത് പറയും ഞാനിവിടെ നിന്ന് മാറിപ്പോയാൽ? ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഭാര്യമാർ അവരെക്കുറിച്ച് ഇത് പറഞ്ഞു കേൾക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അഥവാ ഇനി ഇറങ്ങിപ്പോയാൽ എൻ്റെ കുഴപ്പം കൊണ്ട് ഇറങ്ങിപ്പോയല്ലോ എന്ന് നാട്ടുകാർ കരുതും, ബന്ധുക്കൾ കരുതും, ഇയാൾ പറഞ്ഞു വരുത്തും. ഇതെല്ലാം പേടിച്ചിട്ടാണ് പലരും ചെയ്യാത്തത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് അവയർനെസ് ഉള്ളതുകൊണ്ട്, മറ്റു രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, സ്ത്രീകൾക്ക് ഒരുപാട് അവന്യൂസ് ഉള്ളത് കൊണ്ടും, ഇതുപോലെ കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ തെറാപ്പിക്കൊക്കെ വരുമ്പോൾ, ചികിത്സയ്ക്ക് വരുമ്പോൾ ഇവരെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത് കൊണ്ടും ഒക്കെ അവർക്ക് മനസ്സിലാവും ഇത് മുമ്പോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയിട്ട് ഒഴിവാകും. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് റിവ്യൂസ് നമുക്ക് കിട്ടും, നെഗറ്റീവ് റിവ്യൂസ് ഇടുന്ന, ഈ തെറാപ്പിസ്റ്റുകൾക്കെതിരായിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ഒരു കൂട്ടർ പലപ്പോഴും ഈ ഇതുപോലുള്ള ആൾക്കാരായിരിക്കും. കാരണം ഒരു ഭാഗത്ത് കുഴപ്പമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പിന്നീട് വിചാരിക്കുന്നതാണ് ഈ ഇങ്ങേരും കൂടെ മറ്റേ ആളുടെ കൂടെ ചേർന്നു. കാരണം ഇവർ ചികിത്സ എടുക്കാൻ മടിക്കും പലരും. പിന്നെ അവരുടെ ധാരണ അവരുടെ കുഴപ്പമല്ല, അവർക്കൊരു അസുഖമില്ല, എൻ്റെ സ്പൗസാണ് കുഴപ്പം, എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കുഴപ്പം. നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്, നീയാണ് കുഴപ്പം. അപ്പം നിന്റെ കുഴപ്പത്തിന് എന്നെ ചികിത്സിക്കുന്ന കാര്യമുണ്ടോ? നീ തന്നെ അങ്ങ് നേരെ ആയാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ. അവള് പറഞ്ഞ് അങ്ങനെയാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് ഇവരെ ചികിത്സിക്കാനും എളുപ്പമല്ല. പക്ഷെ ഇതൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകുന്ന സിറ്റുവേഷൻസ് ആണ്. ഇപ്പൊ നല്ല മെഡിസിൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഡെലൂഷണൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പാരനോയ എന്ന് പറയുന്ന അവസ്ഥ. നല്ല മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ താല്പര്യമുള്ള പലരും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മെഡിസിൻ എടുത്ത് തുടങ്ങിയാൽ സംശയത്തിൻ്റെ അളവ് കുറയും. അതോടൊപ്പം തന്നെ തെറാപ്പിയും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഇത് കുറഞ്ഞ് അവസാനം ഈ അവസ്ഥ വളരെ ഇല്ലാതെ ആവാനോ വളരെ മൈൽഡ് ആവാനോ സ്പൗസിന് വലിയ കുഴപ്പമില്ല മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചികിത്സ എടുക്കണം. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും ചികിത്സ എടുക്കാത്തവൻ. അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ ഏറ്റവും വേറൊരു പ്രശ്നമാണ് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൊതുവേ ഈ കാര്യങ്ങൾ പുറത്താരും സംസാരിക്കാറില്ല. അങ്ങനെയുള്ള പൊതുവെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേസസ് എന്താണ്? ഈ തുറന്ന് പറയാറില്ല എന്ന് പറയുന്നതിനകത്ത് എനിക്ക് കണ്ണിക്കേണ്ടി വരും. കാരണം തുറന്ന് പറയുവര് പലരും ഇപ്പോൾ പഴയതുപോലെ അല്ല പറയുന്നു. സെക്സ് എന്ന് പറഞ്ഞാൽ പഴയതുപോലെ പണ്ടത്തെ പോലെ ഗോപ്യമായിട്ട് മാത്രം വയ്ക്കുന്ന ഒരു സംഭവമായിട്ട് ഇന്ന് സമൂഹം കരുതുന്നില്ല. പെൺകുട്ടികൾക്കും സെക്സ് അവയർനെസ് ഇന്ന് കൂടുതലാണ്. മാത്രമല്ല സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയുന്ന പെൺകുട്ടികൾ ഇന്നുണ്ട്. നമുക്ക് ചെറിയ സാധാരണയുള്ള പ്രോബ്ലംസിൽ തുടങ്ങാം. ആൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ പ്രീമച്വർ ഇജാക്കുലേഷൻ. ഇപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു, വളരെ സന്തോഷമാണ്, ഒരു പാർട്ണറെ വളരെ സ്വാതന്ത്ര്യമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ് വിവാഹം. പക്ഷെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ പുള്ളിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് അവസാനം ഒരു പെനട്രേഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ എറക്ഷൻ ഉണ്ടാവാതിരിക്കുക. പെനിസ് എറക്ഷൻ വരില്ല. മനസ്സൊക്കെ ഉണർവുണ്ട്, പക്ഷെ പെനിസിന് മാത്രം ഉണർവില്ല, ഒരു ബലമില്ല, ശക്തിയില്ല. അതിനെയാണ് നമ്മൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുമ്പോൾ ആ പയ്യൻ അപ്പോഴും വിഷമിക്കും. അയ്യോ, ഇത് എനിക്കിത് പറ്റാവുന്നല്ലോ, പ്രശ്നമാണല്ലോ. എൻ്റെ ഫ്രണ്ട് കല്യാണം കഴിച്ചപ്പോൾ അവൻ പറഞ്ഞ കഥകളുമായിട്ട് നോക്കുമ്പോൾ ഞാൻ ആകെപ്പാടെ കുഴപ്പമാണല്ലോ, എൻ്റെ ഗ്യാസൊക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണോ, എന്ത് കുഴപ്പമാണോ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ലേ, ഇങ്ങനെയുള്ള ചിന്ത വരും. അപ്പം ഈ ചിന്ത അത് രാത്രിയായി പോയി പെൺകുട്ടിക്ക് ഇതൊന്നും വലുതായിട്ടൊന്നും അറിയില്ല. അവർക്കതൊന്നും സെക്സ് അതൊന്നും അല്ല. ഒരു ആദ്യ രാത്രിയോ രണ്ടാമത്തെ രാത്രിയോ
16ാമത്തെ രാത്രി ഒന്നും പെൺകുട്ടികൾക്ക് സെക്സ് അല്ല മെയിൻ. അവർക്ക് മറ്റു പല കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്സ് അവർക്ക് ആവശ്യം. ബാക്കിയെല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പിടിച്ചു നിന്ന് പോകും. അപ്പം ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം ഇതാണെങ്കിലും പെൺകുട്ടി അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇവൻ്റെ മനസ്സിൽ ആ സംഭവം പോവില്ല. ആ നിമിഷം മുതൽ അടുത്ത രാത്രി വരെ അവൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ചിന്തയുണ്ടാവും. എന്ത് ജോലി ചെയ്താലും എവിടെ പോയാലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, ദൈവമേ ഇന്നലെ രാത്രി എൻ്റെ അവസ്ഥ ഇതായിരുന്നു, ഇനിയിപ്പോൾ ഇന്നും അതുപോലെ ആയിരിക്കുമോ എന്നുള്ള ആകുലത അവൻ്റെ മനസ്സിൽ ഒരു പരിധി വരെ കാണും. എന്നാലും അമ്മ സാരമില്ല, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നെല്ലാം നേരെ ആവണമെന്ന് പറഞ്ഞായിരിക്കും പോവുക. അങ്ങനെ പോകുമ്പോൾ അടുത്ത ദിവസം മിക്കവാറും ഇതുപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല ദിവസമാകുമ്പോൾ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എനിക്ക് എന്തോ പ്രശ്നമാണ്, എനിക്കിത് പറ്റാത്ത ആളാണ് എന്ന് വിചാരിച്ച് നിരാശനായിട്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് ഇത് മനസ്സിലാവും, ഇവനെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് നേരെ ആവുന്നില്ല, എന്തോ കുറവുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. എന്നാലും അവൻ മേക്കപ്പ് ചെയ്യും. പക്ഷെ ഓരോ ദിവസം കഴിയുന്നതോറും പിന്നെ ഇപ്പം നമ്മുടെ സമൂഹമല്ലേ, പെൺകുട്ടികളോട് ചോദിക്കുമല്ലോ എന്തെങ്കിലും വിശേഷമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയോ. അതെ ഇങ്ങനെ നമ്മുടെ സമൂഹം ചോദിക്കാതിരിക്കുന്ന രീതി അല്ലല്ലോ. അതെ അപ്പോൾ അതിങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് ഒന്ന് പറയണം. ആദ്യമൊക്കെ പിടിച്ചിരിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അവൾ പറയും, അങ്ങനെ ഒരു കേസ് എനിക്കറിയാം, അതിന് വല്ലതും നടന്നിട്ട് വേണ്ടേ ഇങ്ങനെ അങ്ങ് ചോദിക്കും. ദേഷ്യത്തിൽ, വിഷമത്തിൽ, സങ്കടത്തിൽ ചോദിക്കാം. പിന്നെ അതിൽ കയറി പിടിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ അറിയണം. അങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയും. അവിടെ ചർച്ചയാവും. അപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ചർച്ചയായിട്ട് പയ്യനോട് സംസാരിക്കണമെന്ന്. അപ്പോൾ പയ്യൻ ആൾക്കാരൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർ അവനോട് സംസാരിക്കുന്നു, ഇത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ്. ഇപ്പം ചെറുക്കൻ പറയുന്നു എല്ലാം സംഭവിക്കുന്നു കൃത്യം. സാധാരണ ഒരു പോൺ വീഡിയോ കാണുന്നതിനേക്കാളും കൃത്യമായിട്ട് അവൻ ആദ്യം മുതൽ അവസാനം വരെ സംഭവിച്ചെല്ലാം വിവരിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടി മോശമുള്ള ഇവള് ഈ കള്ളം പറഞ്ഞല്ലോ, ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന പയ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ എന്താ സംഭവിക്കുന്നത് അത്രയും മാത്രം പറഞ്ഞു, ബാക്കി പറയുന്നില്ല. അപ്പോൾ ഇത് എവിടെയാണ് ശരി തെറ്റ് എന്നറിയാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം ആര് പറയുന്നത് ശരി, അല്ലാതെ സെക്സിൻ്റെ പ്രശ്നത്തിനല്ല ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ രണ്ടുപേരെയും നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ രണ്ടുപേരും ഇത് പറയുന്നു. അപ്പോൾ എനിക്ക് സംശയം. അപ്പം നമുക്ക് ചില ടെസ്റ്റുകളുണ്ട്, മനസ്സിൻ്റെ അറിയുന്ന ചില ടെസ്റ്റുകൾ കൊടുത്താൽ അവിടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്നാണ് അതിന് പറയുന്നത്. ഡയറക്റ്റ് അവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അല്ലാത്ത ചില ടെസ്റ്റുകളുണ്ട്. അവരുടെ മനസ്സ് ഇതിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് വരും. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പയ്യൻ്റെ ഭാഗത്ത് ആ കുഴപ്പമൊന്നും മനസ്സിലായി. ഓക്കെ. ഈ ചികിത്സ എടുക്കാൻ ഈ പയ്യന് മടിക്കും. നാണക്കേട് കൊണ്ടും വിഷമം കൊണ്ടും ഇത് നിസ്സാരമായിട്ട് ചികിത്സിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും അവസാനം പെൺകുട്ടിയോട് പറയണം, നീ വെളിയിൽ പറയരുത്, നമുക്ക് സന്തോഷമായിട്ട് കഴിയാം, അല്ല സെക്സ് അതൊക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, കുട്ടികളെ ദത്തെടുക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. നമ്മളിത് അപ്പോൾ നല്ലൊരു ബോണ്ടിങ്ങിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പെൺകുട്ടിക്ക് മനസ്സിലായവൻ ഇത് ചികിത്സിക്കാനായിട്ട് അവൻ സമ്മതിക്കുകയില്ല. അങ്ങനെയാണ് പ്രശ്നമാണ്. അപ്പോൾ ഈ ആൾക്കാർ ചോദിച്ചപ്പോൾ അതിന് വല്ലതും സംഭവിക്കണ്ടേ എന്ന് പറഞ്ഞു പോയത് അതുകൊണ്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. കാരണം ഇവൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ സെക്സിനുള്ള ശ്രമം പോലും നഷ്ടപ്പെടുത്തിയാണ്. പിന്നെ പെൺകുട്ടിയുടെ ദേഹത്ത് പോലും തൊടാതെ അങ്ങനെ നിരാശയിലാണ് പെൺകുട്ടി ഇങ്ങനെ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അവർ അവസാനം കൊണ്ടുവരുന്നത്. നോക്കുമ്പോൾ എന്താണ്, അവനാണ് ഈ കുഴപ്പം, പക്ഷെ അവൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെയുള്ള കേസുകൾ ആദ്യമേ തന്നെ ഒരു ആൺകുട്ടിക്ക് മനസ്സിലായാൽ, ഒരു പ്രൊഫഷണലെ കണ്ട അവൻ ഒറ്റയ്ക്ക് വന്നാൽ തന്നെ ഇത് നിസ്സാരമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ അവർക്ക് സ്വയം മാറ്റാനൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവണം, ഇത് മിക്ക പുരുഷന്മാർക്കും എത്ര ശാരീരികമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണെങ്കിലും ശരി, എത്ര തടിപിടുക്കുള്ള ആളാണെങ്കിലും ശരി, പലർക്കും പറ്റാവുന്ന ഒരു ചെറിയ കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കണം ചെറുപ്പക്കാർ. കാരണം ആദ്യമായിട്ട് എല്ലാ രീതിയിലും ഇങ്ങനെ ലൈംഗിക ബന്ധത്തിന് സെക്സിന് പോകുമ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാൻ ഒരു 70% സാധ്യതയുണ്ട്. ഓക്കെ. അത് ആർക്കും അറിയില്ല, പല പുരുഷന്മാരും സമ്മതിക്കുകയില്ല. ഇങ്ങനെ ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ വരുന്ന ആളുകൾ അവർ പുറത്തിറങ്ങി കൂട്ടുകാരോട് വലിയ കഥകൾ പറയും. ഈ കഥാകാരന്മാരുടെ പിന്നിൽ ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടോ എന്ന് നിങ്ങൾ കേൾക്കുന്നവർ ചിന്തിച്ചാൽ നന്നായിരിക്കും. കാരണം അവരാണ് ഈ വലിയ കഥകൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് എന്തോ പരാജയം വന്നു കാണും. അതാണ് സംഭവം. ഈ സെക്സിനെ കുറിച്ച് അറിയുന്നൊരു വ്യക്തി
ആദ്യ ദിവസം അങ്ങനെ ആയാൽ സാരമില്ല, ഇത് വലിയ സംഭവമൊന്നുമല്ല, മെല്ലെ ശരിയായിക്കോളും എന്ന് കരുതുകയും ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കാതെ മെല്ലെ മെല്ലെ നോക്കാം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. അതുകൊണ്ടാണ് 70% ഇങ്ങനെയാണെങ്കിലും നല്ലൊരു ശതമാനം പിന്നെ അതിനകത്തൊരു 50% നേരെ ആയിക്കോളും. ഇത് ഫിസിക്കലി ഉണ്ടാവുന്ന പ്രശ്നമാണെങ്കിലും അത് മെന്റലിയാണ്, സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ഒരു സംഭവം. ആ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി കൊണ്ട് ആങ്സൈറ്റി കൊണ്ട് അവർ തന്നെ ആങ്സൈറ്റി ക്രിയേറ്റ് ആദ്യം ഇങ്ങനെ വന്നതുകൊണ്ട് നാളെ ഇങ്ങനെ ആവുമോ. ഈ ആങ്സൈറ്റി കൂടുമ്പോൾ മനസ്സ് ഇങ്ങനെ ആവുമ്പോൾ ശരീരത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുണ്ട്. ഏത് കാര്യത്തിൽ നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നുവോ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അമിതമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ സെക്സ് വലിയ സംഭവമാണ്, ചെയ്തേ പറ്റൂ, അയ്യോ ചെയ്യണം, എനിക്കത് വേണം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൗണ്ടർ ആക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ. ഉദാഹരണത്തിന് ഒരാൾ ഇപ്പോൾ സ്പീച്ചിന് പോകുന്ന ഒരാൾ ഒരു അക്ഷരം പോലും തെറ്റാതെ സ്ഫുടമായിട്ട് മറന്നു പോവാതെ ഒന്നും പറ്റരുത് എന്ന് പറഞ്ഞ് അസംബ്ലിയിൽ കയറുന്ന കുട്ടിക്ക് തെറ്റ് പറ്റാൻ സാധ്യത കൂടുതല, വളരെ കൂടുതലായിരിക്കും. അതുപോലെയാണ് ഈ സെക്സും. അപ്പം ഇത് സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് മെല്ലെ ശരിയാക്കാം എന്നുള്ള ഒരു ഫ്ലെക്സിബിൾ മൈൻഡിൽ പോകുന്ന ആളിന് ഓട്ടോമാറ്റിക്കായിട്ട് ദിവസങ്ങൾ കൊണ്ട് പിന്നെ ശരിയായി വരും. അല്ലാത്തവർക്ക് ഇത് കൂടുതൽ പ്രശ്നം. അതാണ് ഒരു കണ്ടീഷൻ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. മറ്റേന്ന് പറഞ്ഞാൽ പ്രീമച്വർ ഇജാക്കുലേഷൻ. ഇപ്പോൾ ഒരു വെജൈനയ്ക്കകത്ത് ഒരു പെനിസ് ഉള്ളിൽ കടന്നിട്ട് കുറച്ചൊരു കൺസിഡറബിൾ ടൈം വേണം നമുക്ക്, എന്നാൽ അതിൻ്റെ ഒരു പ്ലഷർ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ കടന്ന ആ സമയത്ത് തന്നെ സെമൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശക്തി നശിക്കുകയാണ്, അല്ലെങ്കിൽ ക്ഷയിച്ചു പോവുകയാണ്. അപ്പോൾ ക്ഷയിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നെ ഒരു ആക്ഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ട്. പെട്ടെന്ന് തന്നെ പ്രീമച്വറായിട്ട് ഇജാക്കുലേറ്റ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ഉണ്ടെങ്കിലും അതും പേടിക്കേണ്ട, മെല്ലെ മെല്ലെ ശരിയാവും എന്ന് വിചാരിച്ചാൽ ഒരു പരിധിവരെ അങ്ങ് പോകും. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ടെക്നിക്കിലൂടെ സൈക്കോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ രംഗത്ത് ഇന്ന് തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമാണ്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് ഒരു വിദഗ്ധനിൽ പോയാൽ അവരിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യിച്ചിട്ട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടി ഒരുപാട് പൈസ പിടിച്ച് വാങ്ങിക്കും. കാരണം ഈ വിഷയം അതിൻ്റെ വെളിയിൽ പറയില്ല എന്നുള്ള ധൈര്യമുണ്ട്. പലതരത്തിലും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ നല്ല വിദഗ്ധരെ കാണുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം അവർ തന്നെ ആ പാർട്ട്ണറെ മുഖവിലേക്ക് എടുക്കുക. പാർട്ട്ണറെ മുന്നിൽ നാം ചെറുതാവുന്നില്ല എന്നൊരു തോന്നൽ വരിക. കാരണം ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും സെക്സിലും ഒന്നും ആരും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. അതെ, രണ്ടുപേരും സന്തോഷത്തിന് വേണ്ടിയുള്ള പെർഫോമേഴ്സാണ്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല, ശരി. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് മെഡിക്കേഷൻ അല്ല ഇതിൻ്റെത്, മെഡിസിൻസ് ഒന്നുമില്ല. അല്ലാതെ തന്നെ തെറാപ്പിയിൽ ഇത് മാറ്റാം, കംപ്ലീറ്റ് മാറ്റാം. രണ്ട് കാര്യങ്ങൾ മാറ്റാം, ഒരു മെഡിസിനും വേണ്ട. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ഈ രണ്ട് പേരുടെയും പ്ലഷറിന് വേണ്ടിയാണ് ഈ സെക്സ് എന്നുള്ള സംഭവം പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ പൊതുവേ കാണുന്നൊരു സംഭവത്തിൽ ഈ ആണുങ്ങൾ അവരുടെ ഇജാക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് പോവുകയാണ് പതിവ്. സ്ത്രീകൾക്കൊരു രതിമൂർച്ച കൊടുക്കുക, അല്ലെ അവർക്കൊരു കംപ്ലീഷൻ കൊടുക്കാൻ മിക്ക ആളുകൾ ശ്രമിക്കാറില്ല. അങ്ങനത്തെ കേസുകൾ ഡോക്ടർ ഹാൻഡിൽ ചെയ്യും? ധാരാളം ഉണ്ട്. അതൊരു വലിയ പരാതിയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പരിപാടി തുടങ്ങി. രണ്ടുപേരുടെയും കൂടെ പ്ലഷർ ആയിരിക്കണം ഉദ്ദേശം. ഒരാളുടെ പ്ലഷർ കഴിഞ്ഞപ്പോൾ അയാൾ പൊടി തട്ടി പോകാന്ന് പറഞ്ഞാൽ അവിടെ പാർട്ണർഷിപ്പ് ഇല്ല, അവിടെ സെൽഫിഷ്നെസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി മറ്റേ ആൾ ഇപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലായ്പ്പോഴും പെൺകുട്ടിക്ക് ഒരു ഇജാക്കുലേഷൻ ഉണ്ടാവാറില്ല, ഒരു ഓർഗാസം. ആൺകുട്ടിക്ക് എല്ലായ്പ്പോഴും ഒരു ഇജാക്കുലേഷൻ ഉണ്ടാവാം, പക്ഷെ പെൺകുട്ടിക്ക് എപ്പോഴും ഒരു അതിൻ്റെ കൗണ്ടർ പാർട്ട് ഓർഗാസം അതുണ്ടാവാറില്ല. പക്ഷേ അതൊരു കുഴപ്പമല്ല. ഇനി ഒരിക്കലും ഓർഗാസം വരാത്ത രീതിയിലാണ് ഇദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അത് പോരാ. അവരെയും കൂടെ കണ്ടിട്ട് അവരെയും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പല രീതിയിലും നല്ലൊരു ഫോർ പ്ലേ ഉണ്ടെങ്കിൽ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഓർഗാസം നടന്നിരിക്കും. ഇപ്പോൾ ചാടിക്കേറി അങ്ങോട്ട് ഇതൊരു ആക്ഷൻ നടത്തിയിട്ട് പോകുന്നതല്ല. അപ്പോൾ ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സ്നേഹത്തിന്റെ ഭാഗമാണ് സെക്സ്. പാർട്ണർഷിപ്പിനകത്തുള്ള ആ ഒരു സ്നേഹം, ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക, അത് തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, രണ്ടുപേർക്കും തൃപ്തികരമായിട്ട് രണ്ടുപേർക്കും സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്സ്. ചിലപ്പോൾ ഒരാളിന് അതിനകത്ത് വലിയൊരു കമ്പമില്ലെങ്കിലും മറ്റേ ആളിനെ സന്തോഷിപ്പിക്കാനായിട്ട് ചിലതെങ്കിലും ചെയ്തു കൊടുക്കും. അങ്ങനെയുണ്ട്. അപ്പം രണ്ടുപേർക്കും ഈക്വലി ഒരു സന്തോഷം വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആ പാർട്ണർഷിപ്പ് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് അതുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റേ ആളിനെ സന്തോഷിപ്പിക്കും. ഈ പറഞ്ഞ നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പോൾ
ഇപ്പം പല പുരുഷന്മാരും പല ഭർത്താക്കന്മാരും എനിക്ക് ഭാര്യമാരെന്നുള്ള കംപ്ലൈൻ്റാണ്. സെക്സ് നടക്കും, അതുവരെ തേനേ പാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇജാക്കുലേഷൻ കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അയാൾ പിന്നെ ഒന്നുമില്ല, അങ്ങ് മാറിക്കിടക്കും. അപ്പം ഭാര്യയുടെ ആവശ്യം എന്താണ്? ഇത് കഴിഞ്ഞാലെങ്കിലും ഒരു ഒരു സന്തോഷം, നല്ല വാക്ക് പറയുക, ഒന്ന് ചേർന്ന് കിടക്കുക, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിക്കുക. അതിന് പകരം ചിലർ എനിക്ക് ഭയങ്കര ഉഷ്ണമാണ്, ഞാൻ അങ്ങോട്ട് മാറട്ടെ, ചൂടാണിത്, ആയിക്കോട്ടെ, അവർക്കും ചൂടാണല്ലോ. ഇനി എ സി ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുണ്ട്. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒരു അറ്റാച്ച്മെൻറ്റ്, എന്തെങ്കിലും ഒരു സംസാരിക്കാം, ഒന്ന് ചേർന്ന് കിടക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. ഇപ്പം അതല്ലെങ്കിൽ ഒരു നന്ദിപൂർവ്വമുള്ളൊരു സംസാരിക്കാം, ആസ്വദിച്ചെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇതൊന്നും പറയാതെ മിണ്ടാതെ പോകുന്ന ആളുകളെക്കുറിച്ച് ഭാര്യമാർക്ക് വലിയ വിഷമമാണ്. ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്കും ഇതുപോലെയുള്ള കൗണ്ടർ ഇതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള വെജൈനസ്മസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലേക്ക് വരുമ്പോൾ വെജൈന ഒരു ഓപ്പൺ ചെയ്യണമല്ലോ, വൽവ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഒരു ഓപ്പൺ ചെയ്താൽ മാത്രമേ അല്ലേ ഇത് അങ്ങോട്ട് ഒരു പെനിസ് ഉള്ളിലോട്ട് പോകും. അപ്പം ആ സമയത്ത് ഒരു കാരണവശാലും ഇതിന് ഉള്ളിലോട്ട് കടത്താൻ പറ്റാത്തില്ല, അങ്ങ് ബലം പിടിച്ചു കളയും. കൂട്ടിപ്പിടിക്കുന്ന ആ ഒരു ഓപ്പണിങ് അങ്ങനെ അടച്ചു കളയും. ഒരു എൻട്രൻസ് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് വെജൈനസ്മസ്. ആ ഭാവമൊക്കെ വലിഞ്ഞു മുറുകിയിട്ട് എൻട്രി ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് വെജൈനസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അത് ഈ സെക്സിൽ വരുമ്പോഴേ ഉള്ളൂ, ബാക്കി സമയത്തൊന്നും ഇല്ല. സാധാരണ ഇരിക്കുമ്പോൾ അവിടെ സാധാരണ പോലെ ഇരിക്കും. സെക്സിന് വേണ്ടി ആ ഒരു പെനട്രേഷൻ, ഇൻ്റർകോഴ്സിന് വരുമ്പോൾ ആ ഭാഗം റിജിഡായി പോകുന്ന അവസ്ഥ ധാരാളമുണ്ട്. അതൊരു പരിധിവരെ ഭയത്തിൽ നിന്നുണ്ടാവുന്നതാണ്, പേടിയാണ്. പല പെൺകുട്ടികളും പലതുമൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇടി ഭയങ്കര സംഭവമാണ് കേട്ടോ, ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. അവരാസ്വദിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റേ ആളിനൊന്ന് ഇൻസൾട്ട് ചെയ്യാനായിട്ടായിരിക്കും പറയുക, ഭയങ്കര പെയിൻഫുള്ളാണ് മറ്റേ. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പെയിനാണെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മനസ്സിരിക്കും. ഒരു ഫോറിൻ ബോഡി എൻ്റെ ശരീരത്തിൽ എങ്ങനെ ഉൾക്കൊള്ളും? എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിന്തിച്ച് വലിയ ഭയമായിട്ട് മാറ്റിയാണ് ഇതുണ്ടാകുന്നത്. കല്യാണം കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ദിവസങ്ങൾ, അതായത് ഫസ്റ്റ് നൈറ്റ് ഓർ ആദ്യത്തെ ടൈമിലുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം, ഇവർ തമ്മിൽ മുന്നേ അങ്ങനെ ഒരു ഇത് ബന്ധമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിത്ത് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ചിലത് ഞാൻ കേട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഭർത്താവ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പോകുന്നതെന്നും അത് കാരണത്താൽ പേടിച്ച് മാറിപ്പോകുന്ന കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഒക്കെ ഈ പ്രശ്നങ്ങൾ നല്ല ശതമാനം മാറ്റിയെടുക്കാം എങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് നൈറ്റിൽ ഒരിക്കലും ഒരു ഇൻ്റർകോഴ്സിന് പോകാതിരിക്കുക. നേരത്തെ പറഞ്ഞാൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ പല സ്ത്രീകളെയും കൊണ്ടുവരുമ്പോൾ ഒരാൾ പറഞ്ഞാണ്, എനിക്ക് തോന്നിയത് പിന്നെ വിശന്നിരുന്ന ഒരു കടുവ ഒരു മുയൽക്കുട്ടിയെ കണ്ടപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വെപ്രാളം, അതുപോലെ തോന്നി. രാത്രി ഞാൻ അങ്ങോട്ട് നിന്നു, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവിടെ ഞാനങ്ങ് ഭയപ്പെട്ടു പോയി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കേട്ടാൽ തന്നെ, വരുന്നതെന്ന് കേട്ടാൽ തന്നെ ഞാൻ അടിമുടി പറയ്ക്കും. പിന്നെ എങ്ങനെ ഡോക്ടറെ ഞാൻ സെക്സ് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അപ്രോച്ചിൻ്റെ കുഴപ്പം ആണ്. അത് ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഇത് ഈ ആദ്യ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ സെക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ രാത്രി. ഒരിക്കലും അല്ല. പണ്ട് മുതലേ ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ് ഫസ്റ്റ് നൈറ്റിൽ സെക്സ് ചെയ്യണം. ഒരിക്കലും ശരിയല്ല. ഞാൻ തന്നെ അതിനെക്കുറിച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ എൻ്റെ ഒരു ബുക്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് ഒന്നും സെക്സ് അല്ല. എന്നാൽ സെക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ലവ് ആണ്. രണ്ട് വ്യക്തികൾ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ, ചിലപ്പോൾ നേരത്തെ അവർ കണ്ടിരിക്കും, എങ്കിലും ഒരുപക്ഷെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ പോകാത്ത പരിചയമുള്ള പ്രേമിച്ച ആൾക്കാരും ഉണ്ടാവും, ചിലർ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ കഴിയുന്നതും ഫസ്റ്റ് നൈറ്റിലെ ഒരു സെക്സിൻ്റെ കാര്യമല്ല, അവർ ഒരു മനസ്സുകൊണ്ട് പരസ്പരം ധാരണ ഉണ്ടാക്കുക, സ്നേഹം ഉണ്ടാക്കുക, ഒരു സ്വാതന്ത്ര്യം. ആ സ്നേഹത്തിലൂടെ ഉണ്ടാകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വന്നു കഴിയുമ്പോഴായിരിക്കും ഒരു കോൺഫിഡൻസ് വരിക. എത്രത്തോളം ഞാൻ അയാൾക്ക് സമർപ്പിക്കണം, എത്രത്തോളം ഞാൻ അവളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവണം, എത്രത്തോളം ഞാൻ ഇതെല്ലാം മാറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ആദ്യ രാത്രികളെന്ന് പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാനല്ല, പലപ്പോഴും ഉറങ്ങേണ്ടി വരും. കാരണം ഈ പെൺകുട്ടി ഉറങ്ങിയിട്ട് പല ദിവസവും പല ചടങ്ങുകളാണ് കല്യാണത്തിന് മുമ്പ്. പിന്നഴിക്കാനേ സമയമുള്ളൂ. ഇതെല്ലാം കൂടെ, അതാണ് സത്യം. ഈ ചെറുക്കനും അതുപോലെയാണ്, ഉറങ്ങിക്കാണില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ആ രാത്രി വളരെ കംഫർട്ടബിളായിട്ട് വന്നിട്ട് ഒരു നല്ല ഒരു പ്രതീക്ഷ കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും
ഒരു സ്നേഹത്തിൻ്റെയും ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമ്മൾ ഇന്നു മുതൽ ഒന്നാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ മിനിമം കാര്യത്തിൽ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല ചുംബനങ്ങളാവാം. എന്നിട്ട് നമുക്ക് ഇന്ന് ഉറങ്ങാൻ സമാധാനം, താൻ ഉറങ്ങിക്കാണില്ലല്ലോ ഇന്നലെ, കുറച്ച് ദിവസമായിട്ട് നല്ല ഉറക്കം എന്ന് പറയുമ്പോഴത്തേനും ഒരു കരുതലായി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ ഇതുപോലെ അങ്ങനെ എപ്പോഴാണോ, അപ്പോൾ സ്നേഹപ്രകടനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. മനുഷ്യ സഹജമാണ്, അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഓട്ടോമാറ്റിക് അപ്പോൾ ഫോർ പ്ലേയിലേക്കൊക്കെ കിടക്കും കുറേശ്ശെ. അപ്പോൾ ആ സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞു, പിന്നെ സ്നേഹം. പിന്നീട് ഈ ശരീരവും മനസ്സും, ശരീരം ഇതിനു വേണ്ടി തയ്യാറായി മാറും. അപ്പോൾ പ്രിമച്വർ ഇജാക്കുലേഷൻ നല്ല ശതമാനം അവിടെ കുറയും. അതുപോലെ തന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ കുറയും. ഈ വെജൈനസ്മസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടും വളരെയധികം കുറയും. കാരണം ഈ ഭയം മാറി വരും. കാരണം അവർ കേട്ട കഥകളെന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത് അതല്ല, ജീവിതമാണ്. എനിക്കൊരാളിനെ കിട്ടിയതാണെന്നുള്ളൊരു സന്തോഷം വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തനിയെ അലിഞ്ഞില്ലാതായി കാര്യങ്ങളൊക്കെ നേരെ വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യ ദിവസങ്ങൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടൊരു പെൺകുട്ടി പറഞ്ഞു, അത് കേട്ടിട്ട് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോകുന്നതിന് പകരം നമുക്ക് നോക്കാം, സാരമില്ല, അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചേട്ടാ എനിക്ക് 2 ദിവസം കൂടെ വേണം, കുറച്ചുകൂടെ ഒന്ന് ഞാൻ ഇതൊക്കെ ഇച്ചിരി പേടിയാണ്, സാരമില്ല നിൻ്റെ സമയം എടുത്തോ എന്ന് പറയും. അത് ദേഷ്യത്തിൽ വളരെ സൗഹൃദമായിട്ട് അവളെ കൂടെ നിന്നിട്ട് അങ്ങനെ നമുക്ക് നോക്കാം, ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടുക. അപ്പോൾ ആ ഒരു കരുതലായി. ആ കരുതലുണ്ടെന്ന് പറയുമ്പോൾ തനിയെ തന്നെ കുറേ ഒരു ആത്മവിശ്വാസം വരികയും ഇങ്ങനെയുള്ള ആങ്സൈറ്റിയൊക്കെ മാറി പരസ്പര ധാരണ കൂടുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് ഈ സെക്ഷൽ എക്സ്പെക്റ്റേഷൻസ് അത് തുറന്ന് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ലൈക്ക് പലരും അത് സംസാരിക്കാറില്ല. കല്യാണത്തിൻ്റെ ആദ്യ രാത്രിക്ക് എത്തുമ്പോഴായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് ഈ സെക്സിൻ്റെ കാര്യം മറ്റു പല കാര്യങ്ങളും സംസാരിച്ചിട്ട് വേണം സെക്സിൻ്റെ കാര്യം സംസാരിക്കാൻ. അതങ്ങനെ ഉണ്ട്. അപ്പം മറ്റു പലതും സംസാരിച്ച് കഴിഞ്ഞിട്ട് സെക്സിലേക്ക് വരണം. അപ്പോൾ സെക്സിൻ്റെ കാര്യം നമുക്ക് തുറന്ന് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്രയും ബന്ധമായതിനു ശേഷം അപ്പം ഇതൊരു സെക്സിൻ്റെ ആക്രാന്തം പോലെ തോന്നരുത്. ആദ്യമേ കയറിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോഴേ ഒരു സ്വാതന്ത്ര്യം കിട്ടും. അതിന് ശേഷം ചോദിക്കാം, എന്തെങ്കിലും ലൈംഗികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ. അപ്പം അതിനുമ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വിവാഹത്തിന് മുമ്പ് അവർക്ക് തന്നെ പലതും അറിയാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവർ തന്നെ ചികിത്സിക്കണം. അതിനല്ലെങ്കിൽ അവരത് കണ്ടുപിടിക്കാനോ ചികിത്സിക്കാനോ പോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇപ്പം നേരത്തെ പറഞ്ഞ 3 കേസല്ല, അല്ലാതെ തന്നെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ ഭാഗത്ത്, ഇപ്പോൾ ചിലപ്പോൾ വല്ല വ്രണങ്ങളോ എന്തെങ്കിലും അബ്സസോ മറ്റു കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ അവർക്കിങ്ങനെ ചില സംശയങ്ങളുണ്ടാകും. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്, എൻ്റെ പെനിസ് വളഞ്ഞിരിക്കുകയാണ്, ചെരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അറ്റത്തൊരു കുരുവുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ചില ഘടന ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതാണ് എന്നവർ, അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പം അയ്യോ ദൈവം ഇത് ശരിയാവും ഇല്ല എന്നുള്ള പേടിച്ചിട്ടായി അപ്പോഴും പല കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യത. പേടിയുണ്ട് പല കുഴപ്പങ്ങളും. അപ്പോൾ ആദ്യമേ തന്നെ അവർ സ്വന്തം മനസ്സിലാക്കിയിട്ട് പോകാം. ഇനി ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഓക്വേർഡായിട്ട് തോന്നാത്ത രീതിയിൽ, ഇപ്പം ചിലർ ആ ചോദ്യത്തിൽ തന്നെ കല്യാണം വേണ്ടെന്ന് വയ്ക്കുന്ന ആൾക്കാർ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നീ എപ്പോഴെങ്കിലും താൻ എപ്പോഴെങ്കിലും വേറെ ഒരു സെക്സ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച പയ്യൻ ഉണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെയില്ല. ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഒരു പക്ഷേ ഇന്ന് പെൺകുട്ടികൾ അല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ആ ചോദ്യം പിന്നെ അവൻ ആവർത്തിക്കണം. അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, പക്ഷെ ഞാൻ പിന്നീട് അറിയരുത്, വിവാഹത്തിന് ശേഷം അറിയരുത്, അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അങ്ങനെ പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ അവൾക്ക് ഇതിനകത്ത് താല്പര്യമില്ലാതായി. അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പോൾ ചോദിക്കുന്നതിൻ്റെ രീതിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഭയമുണ്ടോ ഈ രീതിയിൽ ചോദിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഭയമുണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമോ, പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവയർനെസ് ഉണ്ടോ ഇതിനെക്കുറിച്ച്. കാരണം അതാണ് അങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഒരു പക്ഷേ അവർ കാര്യങ്ങളൊക്കെ പറയും. അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കാനോ കറക്റ്റ് ചെയ്യാനോ ഒക്കെ നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഈ സെക്സ് എന്നുള്ളത് അല്ല, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും
ഒരു എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ആ പെൺകുട്ടിക്ക് എത്ര പ്രാധാന്യം കിട്ടുന്നു, അവൾക്ക് എത്ര അത് മനസ്സിലാവുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്സും അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വീട്ടിൽ അവൾ മനസ്സിലാക്കുന്നില്ല, ഹസ്ബൻഡ് മനസ്സിലാക്കുന്നില്ല, ഹസ്ബൻഡ് വീട്ടുകാർ അവളെ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. പക്ഷെ രാത്രിയാകുമ്പം പൂർണ്ണ രീതിയിൽ സെക്സ് വേണം. ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരുപക്ഷെ പുരുഷന് അത് പറ്റിയേക്കാം. കാരണം അവൻ്റെ സെക്സ് അവൻ അത്രത്തോളം മിനിമവും മാക്സിമം പറ്റും. പെൺകുട്ടിക്ക് അത് പറ്റില്ല. പെൺകുട്ടിക്ക് അവളുടെ ശരീരം പുറത്ത് കൊടുക്കണമെങ്കിൽ അവളുടെ മനസ്സ് പൂർണ്ണ സജ്ജമായിരിക്കണം. അപ്പം അവളുടെ മനസ്സിനെയാണ് ആദ്യം ഒന്ന് തട്ടി ഉണർത്തേണ്ടത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഏറ്റവും വലിയ സെക്ഷൽ ഓർഗൻ ഒരു പെൺകുട്ടിയുടെ സെക്സ് ഓർഗൻ ഏതാണ്, കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്സ് ഓർഗൻ ഏതാണ്? അപ്പം ഞാൻ പറയുന്നത് അവളുടെ മനസ്സാണ്. അവളുടെ മനസ്സിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെക്ഷൽ ഓർഗൻ അതാണ്. അതിന് ശേഷമേ ബാക്കിയല്ല. അതൊരു അബ്സ്ട്രാക്റ്റാണ്. പക്ഷെ അത് കണ്ടെത്താൻ പറ്റുന്ന ഒരാൾ സെക്സിൽ നല്ല വിജയിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെക്സിനെ കാണേണ്ടത്. അപ്പോൾ ഇത് വെറും സെക്സ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നമുക്കിപ്പോൾ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും ഇവിടെ അതല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. അത് എന്താണ് ശരി? ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു ബീച്ചിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കി കുറച്ച് നേരം ഇരിക്കുന്നതിനകത്തും സെക്സ് ഉണ്ട്. അപ്പം ഇതാണ്, ആ രീതിയിൽ വേണം നമ്മൾ സെക്സിനെ കാണാനായിട്ട്. ഒരു കിച്ചണിൽ പോയി നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയുടെ അടുത്ത് പോയി സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് കൂടെയുണ്ട്. അവിടെയും ഒരു സ്നേഹവും ഒരു കരുതലും ഒരു സെക്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതെല്ലാം കൂടെ അവസാനം സെക്സിന് പോകുമ്പോൾ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. എന്നാൽ അത് പലരും വളരെ മിനിമമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, ആ പാർട്ട്ണറെ നമ്മൾ മനസ്സിലാക്കുക. ഇഷ്ടപ്പെടുക എന്നുള്ള ഉറപ്പ്. ഇഷ്ടമില്ലെങ്കിലും കുഴപ്പങ്ങൾ വേറെ ഉണ്ടാവും. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, കരുതൽ കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തുറന്ന് പറയാനുള്ള വേദി ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുടുംബജീവിതം നന്നാവും, സെക്ഷൽ ലൈഫ് നന്നാവും. അവരുടെ രോഗങ്ങൾ വരുന്ന കാര്യങ്ങൾ തന്നെ കുറയും. പല രോഗങ്ങളും നല്ല സെക്സ് ഉണ്ട്, നല്ല കരുതലുള്ള വീടുള്ള അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനുള്ള പല രോഗങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും, വരുന്നത് ഡിലേ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിന് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ജീവിതത്തിന് നല്ലതല്ല. അപ്പം ചില കാര്യങ്ങൾ ക്ഷമ, സഹനശക്തി, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.